ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. അവനെ പിന്നെ ഒളിപ്പിച്ചു വെപ്പാൻ കഴിയാതെയായപ്പോൾ അവൾ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. ഈ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ 3 മാസം പ്രായമായ മോശയെ ഒളിപ്പിച്ചു വെക്കുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ അവന്റെ പെങ്ങൾ ബലഹീനമായ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി വിശ്വസ്തയോടുകൂടെ അതിന് പശയും കീലും തേച്ച് മോശയെ അതിനകത്ത് കിടത്തി ആ നദിയിൽ വെച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. ബലഹീനമായ ഞാങ്ങണ പെട്ടകത്തിന് ഏറിയ സമയം മോശയെ നൈൽ നദിയിൽ സൂക്ഷിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവൾക്കും ഒരുപക്ഷെ അറിയാമായിരിക്കാം. വലിയ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിലും തന്നാലാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ വിശ്വസ്തയോടെ പശയും കീലും തേച്ച് അവൾ ചെയ്യുവാൻ തയ്യാറായിരിക്കുകയാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരുപക്ഷെ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ, എന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന ഒരു ദുഃഖം, ഒരു നിരാശ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ചെറിയ കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്ന് പറഞ്ഞ് പലപ്പോഴും ആ ചെറിയ കാര്യങ്ങളും ചെയ്യാതെ മാറി നിൽക്കുന്നവരായിരിക്കാം നിങ്ങൾ. എന്നാൽ ഇന്ന് പകലിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മോശയുടെ പെങ്ങൾ ബലഹീനമായിട്ടും ആ ഞാങ്ങണ പെട്ടകം വാങ്ങുകയും അതിൻ്റെ ശരിയായ രീതിയിൽ പശയും കീലും തേച്ച് അതിന്റെ കുറവുകൾ നീക്കി വളരെ വിശ്വസ്തയോടെ ആ പെട്ടകം ആ കൊച്ചു പൈതലിന് വേണ്ടി തയ്യാറാക്കിയതുപോലെ നമ്മളാലാവുന്ന കൊച്ചു കാര്യങ്ങൾ വിശ്വസ്തയോടെ നാം ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം അതിനകത്ത് വൻ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് ചെറിയ കാര്യങ്ങളെ ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഭാരപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യാതെ, മാറി നിൽക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യാതെ, തങ്ങളാലാകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ വിശ്വസ്തയോടെ നമുക്ക് ചെയ്യാം. അതിന് വലിയ ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. ആ ദൈവകൃപ വരും നാളുകളിൽ നമ്മൾ വെളിപ്പെടേണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഭാഗ്യം ലഭിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും വിശ്വസ്തയോടെ ചെയ്ത് അവിടുത്തെ വൻ പ്രവൃത്തിക്കായി ഒരുങ്ങുവാൻ, പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ കാത്തിരിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അപ്രകാരം വൻ പ്രവൃത്തികൾ ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. ഗോഡ് ബ്ലസ് യു.